3 വിഗ്രഹങ്ങൾ ശംഭലിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 46 വർഷങ്ങൾക്ക് ശേഷം തുറന്ന ഒരു അമ്പലത്തിലാണ് ഇത് കണ്ടെത്തിയത്. ശംഭൽ ഒരു വർഗീയമായ വിദ്വേഷത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വിഭജനത്തിന്റെ സമയത്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് ഭസ്മ ശങ്കർ ടെമ്പിൾ 46 വർഷങ്ങൾക്ക് ശേഷം തുറന്നത്. അവിടെ നിന്ന് പാർവതിയുടെയും ലക്ഷ്മിയുടെയും ഒക്കെ വിഗ്രഹങ്ങൾ ലഭിച്ചു എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. 15-20 അടി ഫീറ്റ് 15-20 അടി കുഴിച്ചപ്പോഴാണ് ഇത് കിട്ടിയത് എന്ന് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ പറയുന്നു. ആക്സിഡന്റലി, വളരെ യാദൃശികമായി ഈ മറ്റേ തെഫ്റ്റ്, വൈദ്യുതി മോഷണം, അത് തടയാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഈ അമ്പലത്തിലേക്ക് എത്തിയതെന്നും 1978 ശേഷം ഈ അമ്പലം ഇന്നാണ് തുറന്നത്. അതിന് ചുറ്റും ഒരു കിണറുണ്ട്. ആ കിണറും ഈ അമ്പലവും ഒക്കെ സ്റ്റംബിൾഡ് അപ്പോൺ, അറിയാതെ എത്തി എന്നുമാണ് പറയുന്നത്. നമസ്കാരം. ശംഭലിൽ നിന്ന് വളരെ കൗതുകമുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മൾ വിശ്വാസികൾ മനസ്സിലാക്കണ്ടേ? ഞാൻ വളച്ചു കെട്ടാതെ സത്യസന്ധമായി തുറന്നു പറയാം. നമ്മളെ പറ്റിക്കാനാണ് ഇതുപോലത്തെ സംഭവങ്ങൾ ചെയ്യുന്നത്. നമ്മളെ എന്ന് പറഞ്ഞാൽ വിശേഷിയ ഹിന്ദുക്കളെ പറ്റിക്കാൻ വേണ്ടിയാണ് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നിട്ട് ഒരു ക്രെഡിബിലിറ്റി കിട്ടാനായിട്ടും കഥയുണ്ടാക്കാനുമായിട്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ഞങ്ങൾ എഴുതിയിട്ടുണ്ട്, ഇത് കാർബൺ ഡേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഓൾറെഡി അമ്പലം തുടങ്ങിക്കഴിഞ്ഞു. അമ്പലത്തിൽ അവിടെ പൂജ തുടങ്ങിക്കഴിഞ്ഞു. ഈ പൂജ അമ്പലം ഒക്കെ നല്ലതാണ്. അമ്പലവും പള്ളിയും പൂജയും പ്രാർത്ഥനയും ഇതെല്ലാം നല്ലതാണ്. പക്ഷെ ഇതൊക്കെ നല്ല മനസ്സോടുകൂടി ആയിരിക്കണം. ഇതൊക്കെ വേറെ തന്നെ ദ്രോഹിക്കാൻ വേണ്ടി ആവരുത്, അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി ആകരുത്. ഇപ്പൊ അവിടെ ആകെ ഒരു എൻക്രോച്ച്മെന്റ് ഉണ്ട്. അവിടെ നിന്ന് മാറുകയാണ്. ഏകദേശം നമ്മുടെ ശംഭൽ പള്ളിയിൽ നിന്ന് 1 കിലോമീറ്റർ താഴെ മാത്രമേ ഉള്ളൂ. ഇത് നന്നായി. ഇവിടെ ഒരു അമ്പലവും കൂടെ ഉണ്ടാകുന്നത് നല്ലതാണ്. ആ പള്ളി അങ്ങ് വെറുതെ വിട്ടാൽ മതി. അവിടെയാണ് പ്രശ്നം. അമ്പലം ഒക്കെ നല്ലതാണ്. പുതിയ അമ്പലം വന്നാലും പുതിയ അതിനെക്കുറിച്ച് കഥകൾ വന്നാലും ഒക്കെ നല്ലതാണ്. പക്ഷേ അത് വേറൊരു പള്ളിയുടെ പുറത്തോ, ക്രിസ്ത്യൻ പള്ളിയുടെ പുറത്തോ, മുസ്ലിം പള്ളിയുടെ പുറത്തോ, ബുദ്ധവിഹാരത്തിന്റെ പുറത്തോ വരാതിരുന്നാൽ മതി. 4 പേര് മരിച്ചൊരു സംഭവമാണ്. 4-5 പേര് മരിച്ചു. ഒരുപാട് പേർക്ക് ഇതായി. അപ്പൊ എനിക്ക് ഓർമ്മ വന്ന് പറയുന്ന സംഭവം, ഇത് ഭയങ്കര അതിവൈകാരികമായി ഞങ്ങൾ എന്തോ വലിയ കാര്യം കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞാണ് ഈ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ പ്രസന്റ് ചെയ്യുന്നത്. എനിക്ക് ഓർമ്മ വന്ന് 1995 ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്താണ് ഗണപതി പാല് കുടിക്കുന്നു എന്നൊരു സംഭവം. പക്ഷെ പുതിയ ജനറേഷനിൽപ്പെട്ട ആർക്കും ഓർമ്മ കാണാൻ സാധ്യതയില്ല. 95 എന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ എത്ര, 30 വർഷം അല്ലെങ്കിൽ 29 വർഷങ്ങൾക്ക് മുമ്പാണ് ഗണപതി പാല് കുടിക്കുന്നു എന്ന് പറയുന്നത്. ഭയങ്കര ഒരു സംഭവം. ഞാനും സ്കൂൾ പയ്യൻ എന്ന നിലയിൽ ഗണപതിക്ക് പലതവണ പാല് കൊടുത്തു. ഞങ്ങളുടെ വീട്ടിലെ ഗണപതി എന്തായാലും പാല് കുടിച്ചില്ല. ഗണപതിക്ക് എന്നോട് വിരോധം കാണും, അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥനയും വിശ്വാസവും പോരാ എന്ന് വിശ്വസിച്ചാണ് ഞാൻ വിചാരിച്ചത് എൻ്റെ ഗണപതി പാല് കുടിച്ചില്ലല്ലോ. രാജ്യവ്യാപകമായി ഈ ഗണപതി പാല് കുടിക്കുന്നു എന്നുള്ളൊരു കഥ വരുത്തുകയും അത് ഇന്റർനാഷണൽ മീഡിയയിലടക്കം ന്യൂസായി. അന്നത്തെ ഈ തട്ടിപ്പ് സ്വാമിമാർ, മറ്റേ ചന്ദ്രസ്വാമി അടക്കമുള്ള തട്ടിപ്പ് സ്വാമിമാർ ഇതൊരു തുടക്കമാണ്, ഇതൊരു വലിയ മിറക്കിളിന്റെ തുടക്കമാണെന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ചു. കുറെ കാലം കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് അത് മനസ്സിലായി. അല്ലെങ്കിൽ ഇത് ഗണപതി പാല് കുടിക്കുക മാത്രമല്ല, ഏതെങ്കിലും മുസ്ലിം പള്ളിയോ ക്രിസ്ത്യൻ പള്ളിയോ അല്ലെങ്കിൽ ഹിന്ദു ക്ഷേത്രമോ ഇതിന്റെ പേരിലെല്ലാം ഈ മിറക്കിൾസ് ഉണ്ടാക്കുന്നത്. ഇതേപോലെ സനൽ എഡമർഗ് എക്സ്പോസ് ചെയ്തൊരു മിറക്കിളാണ് നമ്മുടെ മദർ മേരി കണ്ണീര് തൂകുന്നു തുടങ്ങിയ കാര്യങ്ങൾ. മദർ മേരി ഏറ്റവും പരിശുദ്ധയാണ്, ഏറ്റവും ആരാധ്യയാണ്. പക്ഷേ അവർ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഇങ്ങനെ കണ്ണീർ തൂകില്ലല്ലോ. അപ്പൊ ഇതൊക്കെ ജനങ്ങളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള PR സ്ട്രാറ്റജീസ് ആണ്, ബ്രാൻഡിങ് സ്ട്രാറ്റജീസ് ആണ്, അഡ്വർടൈസ്മെന്റ്സ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതം നമ്മളാണ്. ദൈവത്തിന്റെ, പ്രകൃതിയുടെ ഏറ്റവും വലിയ അത്ഭുതം മനുഷ്യരും ഈ ഭൂമിയും ഭൂമിയിലെ ജീവജാലങ്ങളും ഒക്കെയാണ്. നമ്മുടെ ഇടയിലെ സ്നേഹവും പരസ്പര ബഹുമാനവുമാണ് ഏറ്റവും വലിയ മാജിക്. ഈ വിഗ്രഹങ്ങൾ എവിടെന്നെങ്കിലും മാന്തി എടുത്ത് അല്ലെങ്കിൽ കൊണ്ടുചെന്ന് വെച്ച്, പല വിഗ്രഹങ്ങളും ജെനുവിനൊന്നുമല്ല, അതായത് ജെനുവിൻലി പ്രാർത്ഥനയോടുകൂടി ഉണ്ടാക്കുന്നൊന്നുമല്ല. ഏതെങ്കിലും ഒരു വിഗ്രഹം കുറച്ചു കാലം മണ്ണിൽ കുഴിച്ചിടും, എന്നിട്ട് വീണ്ടും ഒരു കലാപം ഉണ്ടാക്കുന്ന സ്ഥലത്ത് വീണ്ടും ചെന്ന് കുഴിച്ചിടും. ഇതൊക്കെ ഈ തട്ടുപൊളിപ്പൻ നമ്പറാണ്. എനിക്ക് ഗണപതിയോട് യഥാർത്ഥത്തിൽ വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. എൻ്റെ വീട്ടിന്റെ ഫ്രണ്ട് നോക്കി അറിയാം. എൻ്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ 3 ഗണപതിയുടെ വലിയ സ്റ്റാച്യൂസും റെപ്രസെന്റേഷൻസും ഇരിപ്പുണ്ട്. എനിക്ക് ഗണപതിയെ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഗണപതി പാല് കുടിക്കുമെന്ന് കള്ളം പറയുന്നതിനോട് എനിക്ക് ദേഷ്യം തോന്നുന്നത്. എനിക്ക് ശിവനെയും പാർവതിയെയും ശ്രീകൃഷ്ണനെയും അയ്യപ്പനെയും ഒക്കെ ജെനുവിൻലി വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഈ ഇവരുടെ വിഗ്രഹങ്ങൾ എവിടെയെങ്കിലും കണ്ടെത്തി എന്ന് കള്ളം പറയുന്നവരോട് ദേഷ്യം തോന്നുന്നു. പാവപ്പെട്ട ഹിന്ദുക്കളെ പറ്റിക്കുകയാണ്. അതായത് പുതിയൊരു വിഗ്രഹം ഉയർന്നു വന്നു എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരെ അങ്ങോട്ട് വിളിച്ചു വരുത്തി കാശുണ്ടാക്കി, അല്ലെങ്കിൽ വിവാദം ഉണ്ടാക്കി, കമ്മ്യൂണൽ ടെൻഷൻ ഉണ്ടാക്കി, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുകയാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ അവിടെ വിഗ്രഹങ്ങളല്ല, യഥാർത്ഥത്തിൽ മനുഷ്യരുടെ നന്മയും മനുഷ്യരുടെ യോജിപ്പുമാണ് ആ സ്ഥലങ്ങളിൽ നിന്ന് ഉയർന്നു വരേണ്ടത്. എന്തായാലും അമ്പലമായിട്ട് നിൽക്കട്ടെ, പള്ളിയായി നിൽക്കട്ടെ. പുതിയൊരു അമ്പലം വരുന്നുണ്ട്, ആ അമ്പലത്തിലും പ്രണാമം. മുസ്ലിം പള്ളിയുടെ പുറത്ത് കൊണ്ടുപോയി അമ്പലം വെക്കാത്തിടത്തോളം കാലം വളരെ നല്ലൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഹിന്ദു ക്ഷേത്രത്തിന്റെ പുറത്ത് കൊണ്ടുപോയി പള്ളി വെക്കാത്തിടത്തോളം കാലം വളരെ നല്ലതാണ്. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. നമ്മൾ പുതിയൊരു രാജ്യമായി, പുതിയൊരു തുടക്കമായി. പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് പറയുന്നത് പോലെ ഹിന്ദു ക്ഷേത്രമായിട്ടും, മുസ്ലിം പള്ളിയായിട്ടും, ക്രിസ്ത്യൻ പള്ളിയായിട്ടും, ബുദ്ധവിഹാരമായിട്ടും, ജൈനക്ഷേത്രമായിട്ടും, ജൂയിഷ് സിനഗോഗായിട്ടും, സിഖ് ഗുരുദ്വാരയായിട്ടും നിലനിൽക്കട്ടെ. അതാണ്
പ്രകൃതിയുടെ ദൈവത്തിന്റെ ഏറ്റവും വലിയ മാജിക് മനുഷ്യരുടെ നന്മയും സൗഹാർദ്ദവും. ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പോസിറ്റീവ് കമന്റ് ആകാം, നെഗറ്റീവ് കമന്റ് ആകാം, ഫീഡ്ബാക്ക് ആകാം, ഫീഡ് ഫോർവേഡ് ആകാം. നിങ്ങളുടെ എല്ലാ കമന്റ്സും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാവും. അതെനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും. എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. പ്ലീസ് ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ്.